നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനമാണ് തമിഴകത്തെ പ്രധാന ചർച്ച. സിനിമാ രംഗം വിട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് താരം. അത്രമാത്രം ആഘോഷിക്കപ്പെട്ട നടൻ കരിയർ വിടുന്നതിൽ ആരാധകർക്ക് നിരാശയുണ്ട്. രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് ശോഭിക്കാനാകുമോ എന്ന ചോദ്യം പലർക്കുമുണ്ട്. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഗായിക സുചിത്ര. വിജയ്ക്ക് ചില പരിമിതികൾ ഉണ്ടെന്നാണ് സുചിത്ര പറയുന്നത്. വിജയ് പെട്ടെന്ന് തീരുമാനമെടുക്കില്ല, ഒരുപാട് ആലോചിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്ന് കുറെ കൂടി നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്താൽ നന്നാകുമെന്നും ഫാൻസിന് പോലും തോന്നുന്നുണ്ട്. പഞ്ച് ഡയലോഗും മാനറിസവും എല്ലാം സിനിമയിൽ നല്ലതാണ്, രാഷ്ട്രീയത്തിൽ വേണ്ട. തുറന്ന് സംസാരിക്കുക. ഇതുവരെയും വിജയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആർക്കും മനസ്സിലായിട്ടില്ല. മറ്റു കക്ഷികൾ ഇടയിൽ കയറി അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത് കാരണം ചുമതലകൾ ഓരോരുത്തരെ ഏൽപ്പിക്കും. രാഷ്ട്രീയത്തിൽ അത് സാധ്യമല്ല. അദ്ദേഹം തന്നെ എല്ലാ തീരുമാനവും എടുക്കണം. തെറ്റുകൾ പറ്റുമെന്ന ഭയം വിജയ്ക്കുണ്ട്. വിജയ്ക്ക് ഇപ്പോഴുള്ള സ്ഥാനം രജനീകാന്തിന് ആലോചിക്കാൻ പോലും പറ്റില്ല. അതെല്ലാം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നാൽ സംസ്ഥാനത്തിനു വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ തൃശ എന്ന സർപ്പം പിന്തിരിയണം. വിജയ് തന്നെ അവരെ മാറ്റി നിർത്തണം. വ്യക്തിപരമായ ദേഷ്യം കൊണ്ട് പറയുകയല്ല, ഏതെങ്കിലും ഇവന്റിൽ കണ്ടാൽ ഞാൻ അടുത്തിരിക്കില്ല. തൃശയും വിജയുടെ മറ്റ് സുഹൃത്തുക്കളും ക്യാബിനറ്റ് ഗെയിം തുടങ്ങി. ഞാൻ ഈ മന്ത്രിയാകും, നീ ഈ മന്ത്രിയാക്ക് എന്ന് പറയുന്നു. തൃശയെ ഈ കക്ഷിയിൽ ഏതോ വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. വലിയ ലോഞ്ച് നടക്കും. അതിന്റെ ട്രെയിലറായാണ് ഇപ്പോൾ വരുന്ന തൃശയുടെ ട്വീറ്റുകൾ. ആരാധകർക്ക് പോലും ഇതിൽ നീരസമുണ്ടെന്ന് സുചിത്ര പറയുന്നു. വിജയ്ക്ക് നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ടെന്നും സുചിത്ര പറയുന്നുണ്ട്. പണത്തിന് വേണ്ടിയല്ല വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. കുടുംബ പാരമ്പര്യം കൊണ്ടല്ല രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. തന്റെ കുടുംബത്തെ രാഷ്ട്രീയത്തിൽ ഒപ്പം കൂട്ടുന്നില്ല. ഇതെല്ലാം നല്ല വശങ്ങളാണെന്നും സുചിത്ര പറയുന്നു. തമിഴകത്തെ നിരവധി താരങ്ങളെ കുറിച്ച് വിവാദ പരാമർശം നടത്തിയ സുചിത്ര അടുത്തിടെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. മുൻ ഭർത്താവ് കാർത്തിക് കുമാറിനെതിരെ ഒന്നിലേറെ ആരോപണങ്ങൾ സുചിത്ര ഉന്നയിച്ചിരുന്നു. കാർത്തിക് കുമാർ ഗേ ആണ്. ഇക്കാര്യം മറച്ചുവെച്ച് തന്നെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഇക്കാര്യം കണ്ടുപിടിച്ചെന്നും താരം അന്ന് പറഞ്ഞിരുന്നു. സുജി ലീക്സിന് പിന്നിൽ കാർത്തിക് കുമാറും ധനുഷും അടങ്ങുന്ന സംഘമാണെന്നും സുചിത്ര ആരോപിച്ചു. പരാമർശം വലിയ തോതിൽ ചർച്ചയായി. തൃശ, ആൻഡ്രിയ ജെർമിയ തുടങ്ങിയ നടിമാർക്കെതിരെയും സുചിത്ര സംസാരിച്ചു. ആരോപണങ്ങളോട് കാർത്തിക് കുമാർ ഒഴികെ ആരും പ്രതികരിച്ചിട്ടില്ല. തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് എതിരെ കാർത്തിക് കുമാർ സുചിത്രയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേസമയം വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിൽ ദളപതി വിജയ് ഇരട്ട വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദി ഗ്രേറ്റ് ഓഫ് ദി ഓൾ ടൈം, അതായത് ഗോട്ട് എന്ന ചിത്രം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത്. ആക്ഷൻ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം AGS എന്റർടൈൻമെന്റിന്റെ ബാനറിൽ കൽപ്പാത്തി എസ് അഘോരം, കൽപ്പാത്തി എസ് ഗണേഷ്, കൽപ്പാത്തി എസ് സുരേഷ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത്. പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മൽ അമീർ, മോഹൻ, യോഗി ബാബു, VTV ഗണേഷ്, മീനാക്ഷി ചൗധരി, സ്നേഹ, ലൈല എന്നിവർ സുപ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിൽ വെങ്കട് പ്രഭു ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ വൈഭവ്, പ്രേംഗി അമരൻ, അരവിന്ദ്, അജയ് രാജ് എന്നിവരും വേഷമിടുന്നുണ്ട്. വിജയുടെ 50ാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തിരുന്നത്.